ഒരു കാലത്ത് കേരളത്തിൻ്റെ വ്യവസായ മേഖലയുടെ നട്ടലായിരുന്ന കശുവണ്ടി മേഖല ഇന്ന് പ്രതിസന്ധികളുടെ നടുവിലാണ്. അസംസ്കൃത കശുവണ്ടിയുടെ വിലക്കയറ്റവും ഇറക്കുമതി തടസ്സങ്ങളും തൊഴിലാളി പ്രശ്നങ്ങളും മൂലം മേഖല കടുത്ത വെല്ലുവിളികൾ നേരിടുമ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷകളോടെയാണ് ഈ മേഖല കാത്തിരിക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിന്റെ വ്യവസായ മേഖലയുടെയും തൊഴിൽ രംഗത്തിന്റെയും കരുത്തായിരുന്ന കശുവണ്ടി മേഖല ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. അസംസ്കൃത കശുവണ്ടിയുടെ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും ആഗോള വിപണിയിലെ അനിശ്ചിതത്വവും നിരവധി ഫാക്ടറികളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ കേരളത്തിന്റെ പരമ്പരാഗതമായ കശുവണ്ടി വ്യവസായ മേഖല ഇത്തവണയും ഏറെ പ്രതീക്ഷകളിലാണ്. ഉൽപാദനം വർദ്ധിപ്പിക്കാനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനുമുള്ള പദ്ധതികളും ഫാക്ടറികൾ നവീകരിക്കാനും തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജുകളുമാണ് കശുവണ്ടി വ്യവസായ മേഖലയുടെ പ്രതീക്ഷ. ഈ വ്യവസായം തന്നെ അന്യവൽക്കരിച്ച് ഈ വ്യവസായം തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് ഇല്ലെന്നാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ നിന്ന് നിൽക്കുകയാണ്. പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ തുറക്കുന്നതിന് ആവശ്യമായ തോട്ടണ്ടി ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരമാവധി തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതിന് ആവശ്യമായ തോട്ടണ്ടി വാങ്ങാനുള്ള തുക വരുന്ന ബഡ്ജറ്റിൽ നീക്കിവെക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ പ്രതിസന്ധികളെല്ലാം തന്നെ UDF നേതാക്കന്മാർക്ക് അറിയുള്ളതാണ്. UDF പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ മെച്ചപ്പെട്ട തൊഴിൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന്. അതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. സംസ്ഥാനത്തെ പൊതുമേഖലാ കശുവണ്ടി ഫാക്ടറികൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ പ്രവർത്തന മൂലധനത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി പ്രത്യേക ധനസഹായം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസായ മേഖലയിലെ ആവശ്യം. ആയിരക്കണക്കിന് തൊഴിലാളികൾ ആശ്രയിക്കുന്ന മേഖലയായതിനാൽ ക്ഷേമ പദ്ധതികൾക്കും പെൻഷൻ ആനുകൂല്യങ്ങൾക്കും കൂടുതൽ തുക വകയിരുത്തണമെന്നും തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. കൂടാതെ കേരള കശുവണ്ടിയുടെ ബ്രാൻഡിംഗ്, കയറ്റുമതി പ്രോത്സാഹനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വികസനം എന്നിവയ്ക്കുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്നാണ് വ്യവസായ മേഖലയിലെ പ്രതീക്ഷ. മേഖലയെ വീണ്ടും വളർച്ചയുടെ പാതയിലേക്ക് നയിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് കശുവണ്ടി വ്യവസായ മേഖല ഉറ്റുനോക്കുന്നത്. സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.